ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്ന വരെ എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് എക്സാക്റ്റ് അതേ ടേസ്റ്റിൽ വരും എന്നുള്ളത്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. നമ്മുടെ പണ്ട് കാലത്ത് കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു പുളിയച്ചാറ് സെയിം അതേ കളറിൽ വന്നിട്ടില്ലെങ്കിലും സെയിം അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇളന്തപ്പഴം വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത് കൂടെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. ഇതിൻ്റെ ഉള്ളിലുള്ള കുരു കളഞ്ഞിട്ട് ഇതുപോലെ നമുക്കത് മിക്സിയിൽ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണം. ഞാൻ ഫ്രഷ് ഫ്രൂട്ട് വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. ശരിക്കും ഇത് നമുക്കൊരു പഴുത്ത കളർ ഉണ്ടാവില്ല, ഒരു ബ്രൗൺ കളർ, അത് വെച്ചിട്ടാട്ടോ ചെയ്യുക. അപ്പോൾ എനിക്ക് ഫ്രഷ് ഫ്രൂട്ടാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 2 ശർക്കര പൊടിച്ചതും 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നത്. 2 ഇട്ടാൽ മതി, 3 കുറച്ച് എരിവ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ അതിലേക്ക് ചെറിയൊരു പുളിയുടെ ഒരു ചെറിയൊരു ബോളും അതുപോലെ ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നരച്ചെടുക്കുക കേട്ടോ. പിന്നെ അത് ആ സീഡ്സ് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒരു തട്ടിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നൈസായിട്ട് ഒരേ ലെവലിക്കൊന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ഒരു നെറ്റ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ 2 ദിവസം ഉണക്കിയെടുക്കണം കേട്ടോ, നല്ല കറക്റ്റ് ഒരു ഉണങ്ങിയ നല്ല കറക്റ്റിൽ കിട്ടുകയുള്ളൂ. അപ്പം ഉണങ്ങുന്നതിന് മുന്നേ പച്ചയിൽ നമ്മൾ കഴിക്കുമ്പോൾ അത്ര അതേ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഉണങ്ങി കഴിഞ്ഞാൽ സെയിം അതേ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുള്ളിൽ ആ ഒരു കുരുവൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പണ്ടത്തെ ഒക്കെ ഒരു ഫീൽ വരുന്നുണ്ട് കേട്ടോ, നൊസ്റ്റാൾജിക് ഫീൽ വരുന്നുണ്ട്. കളർ അതേ കളർ കിട്ടിയിട്ടില്ല എന്ന് കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ ചിലപ്പോൾ നല്ല ഡാർക്ക് ശർക്കരയ്ക്ക് വേണ്ടി വരും. എന്തായാലും ഞാൻ ഞെട്ടി. നിങ്ങൾ ഞെട്ടിയോ? നിങ്ങൾക്കിത് അറിയാമായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യണേ.